ആരാണ് ഒരു മൂവി റിവ്യൂവർ? ഇന്നവേ നമ്മളെല്ലാവരും ഒരു മൂവി റിവ്യൂവർ ആണെന്ന് പറയേണ്ടി വരും. കാരണം നമ്മളെല്ലാവരും ഒരുപാട് സിനിമ കാണുന്ന ആൾക്കാരാണ്, ഒരുപാട് സീരീസ് കാണുന്ന ആൾക്കാരാണ്. ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ അഭിപ്രായമുണ്ട്. ചിലപ്പോൾ നമുക്കത് ഇഷ്ടപ്പെടാം, ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷെ എന്താണെങ്കിലും ആ അഭിപ്രായം ബാക്കിയുള്ളവരോട് ഉറക്കെ വിളിച്ചു പറയുന്ന ഒരാളാണ് ഒരു മൂവി റിവ്യൂവർ എന്ന് പറയുന്നത്. ഇനി ഈ ചാനൽ കൊണ്ട് എന്താണ് ഞാൻ പൊതുവെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കാം. സിനിമ എന്നുള്ളൊരു പ്ലാറ്റ്ഫോം ഒരുപാട് വർഷങ്ങളായിട്ട് ലോകത്തുള്ളൊരു സംഭവമാണ്. അത് തന്നെ വർഷങ്ങളോളം പഴക്കമുള്ള ഒരു ഹിസ്റ്ററി ആ മൂവിക്കുണ്ട്. ഇപ്പോൾ റിലീസാവുന്ന ന്യൂ സിനിമകൾ മാത്രമല്ല, പല പല ഭാഷകളിൽ, പല പല രാജ്യങ്ങളിൽ, പല പല കാലങ്ങളിലായിട്ട് ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. സോ ഈ സിനിമകളെല്ലാം അവലോകനം ചെയ്യുക എന്നുള്ളതാണ് ഈ ചാനൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ന്യൂ റിലീസസിനെ റിവ്യൂ ചെയ്യുക, എല്ലാ ന്യൂ റിലീസസിനെ അല്ല, ചില സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂ റിലീസസിനെ റിവ്യൂ ചെയ്യുക. പിന്നെ പല കാലങ്ങളിലായിട്ട് ഇറങ്ങിയിട്ടുള്ള എന്നാൽ നമുക്ക് അധികം കേട്ടുകേൾവി ഇല്ലാത്ത മറ്റു പല പടങ്ങളെ കണ്ട് അത് റിവ്യൂ ചെയ്യുക. മറ്റു ഭാഷകളിലെ ഫേമസ് ആയ ചിത്രങ്ങൾ കണ്ടിട്ട് അത് റിവ്യൂ ചെയ്യുക. സോ അങ്ങനെ ഡിഫറെൻറ്റ് റിവ്യൂസാണ് ശരിക്കും പറഞ്ഞാൽ ഈ ചാനൽ വഴി ഉദ്ദേശിക്കുന്നത്. സിനിമ മാത്രമല്ല, സീരീസുകളും റിവ്യൂ ചെയ്യുന്നതായിരിക്കും. പഴയ സീരീസുകൾ, കംപ്ലീറ്റ് ആയ സീരീസുകൾ, അല്ല സീസൺ വഴി റിവ്യൂ ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എപ്പോഴും ഒരു സീരീസിന് റിവ്യൂ ചെയ്യുമ്പോൾ ആസ് എ ഹോൾ ചെയ്താൽ മാത്രമേ അതിനൊരു പൂർണ്ണത ഉള്ളതായിട്ട് വരുള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് സീസൺ ബെറ്ററായിട്ട് ഫൈനൽ സീസൺ നശിപ്പിച്ച് കഴിഞ്ഞാൽ 2 റിവ്യൂ ആയി പോകും. സോ അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും തോന്നുന്നില്ല. സോ കംപ്ലീറ്റഡ് ആയിട്ടുള്ള സീരീസുകൾ, അങ്ങനത്തെ റിവ്യൂസാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലെ റിവ്യൂവേഴ്സിന് വലിയ ക്ഷാമമൊന്നുമില്ല, ഇഷ്ടം പോലെ റിവ്യൂവേഴ്സ് ഉണ്ട്. പക്ഷേ എപ്പോഴും ഈ റിവ്യൂവേഴ്സിൻ്റെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ട് കാണും, നമ്മുടെ താല്പര്യവും, അതായത് നമുക്ക് ഒരു സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടാം, പക്ഷേ റിവ്യൂ ചിലപ്പോൾ അത് നെഗറ്റീവായിരിക്കാം. അതിന് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഇൻട്രസ്റ്റുകൾ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഓരോരുത്തരുടെയും ഓരോ പെർസ്പെക്റ്റീവ് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ പല കാര്യങ്ങളിലും നമ്മൾ പെർസീവ് ചെയ്യുന്ന മാറ്റേഴ്സ് ഡിഫറെൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു റിവ്യൂവിനെ മാത്രം കണ്ണടച്ച് വിശ്വസിക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം എല്ലാവർക്കും അവരുടേതായ അഭിപ്രായമാണല്ലോ. ഇപ്പോൾ ഓരോ സിനിമകൾ തന്നെ പല രീതിയിൽ അതിനെ വ്യൂ ചെയ്യാം, പല രീതിയിൽ തന്നെ അത് ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കാം, ഇഷ്ടപ്പെടാത്തവരുണ്ടായിരിക്കാം. പല പല കൺസെപ്റ്റുകൾ ആ മൂവിയിൽ വന്നു പോയിട്ടുണ്ടായിരിക്കാം. അത് കാരണം ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായിരിക്കാം. സോ അങ്ങനെ പല ഫാക്ടേഴ്സ് വെച്ചിട്ട് ഒരു മൂവി റിവ്യൂവറിനെ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഒരു സിമിലറായിട്ട് ഒരു 4-5 പടങ്ങൾ നമുക്ക് 2 പേർക്ക് ഒരു റിവ്യൂവറിനും ഒരു വ്യൂവറിനും ഒരു സിമിലർ ടേസ്റ്റാണ് വന്നിട്ടുള്ളതെങ്കിൽ ഒരുപക്ഷെ പിന്നീട് അങ്ങോട്ട് അയാളുടെ റിവ്യൂസും അത്രത്തോളം കറക്റ്റായിട്ട് വരാം. കാരണം ആ ടേസ്റ്റ് ഡിപ്പെൻഡൻസി കാരണമാണത്. സോ നോക്കാം എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നുള്ളത്. ഒരുപക്ഷെ എൻ്റെ വാട്സപ്പിൽ എൻ്റെ റിവ്യൂ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയാം നിങ്ങളുടെ ടേസ്റ്റ്, ഇപ്പോൾ എൻ്റെ മൂവി വ്യൂവിങ് ടേസ്റ്റുമായിട്ട് കറക്റ്റ് ആണോ എന്നുള്ളതിൽ. പിന്നെ ഒരുപാട് ജേണേഴ്സ് ഉണ്ടല്ലോ മൂവിയിൽ. ഇപ്പോൾ ചിലവർക്ക് ചില ജേണേഴ്സ് ആയിരിക്കാം, ചിലവർക്ക് കോമഡി ആയിരിക്കാം ഇഷ്ടം, ചിലവർക്ക് ഒരു മർഡർ ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കാം ഇഷ്ടം. സോ അങ്ങനെ ആ ജേണേഴ്സ് പല രീതിയിൽ മാറാം. ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് ജേണർ എന്ന് പറഞ്ഞാൽ അത് മർഡർ മിസ്റ്ററി ത്രില്ലേഴ്സാണ്, ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പ്. സോ അപ്പോൾ ആ ഒരു പലരുടെയും ടേസ്റ്റ് അനുസരിച്ചിട്ട് അത് മാറിക്കൊണ്ടിരിക്കും. സോ എന്തുകൊണ്ട് ഇപ്പോൾ തുടങ്ങി ഈ ചാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു മൂവിയുടെ റിവ്യൂ ഒരുപാട് തിരഞ്ഞു ഓൺലൈൻ, പക്ഷേ എനിക്കൊരു ട്രസ്റ്റബിൾ എന്നുള്ള രീതിയിൽ ഒരു റിവ്യൂ കിട്ടിയില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം 2 ടൈപ്പ് റിവ്യൂസാണ് ഞാൻ കണ്ടത്. ഒരു റിവ്യൂ വളരെ നല്ലത് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ളതും, ഒരു റിവ്യൂ ആവറേജ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ളതും. ഇതിൽ പെയ്ഡ് റിവ്യൂസ് ഉണ്ടായിരിക്കാം, ഒറിജിനൽ റിവ്യൂസ് ഉണ്ടായിരിക്കാം. സോ എന്താണെന്ന് അറിയാൻ ഡയറക്റ്റായിട്ട് ഞാൻ തിയേറ്ററിൽ തന്നെ പോയി കണ്ടു ആ സിനിമയെ പറ്റി ഒരു ഹോണസ്റ്റ് റിവ്യൂ എന്നുള്ള ലെവലിൽ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ വിചാരിക്കുന്നു. സോ ആ മൂവി മറ്റൊന്നുമല്ല, വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിലെ ലേറ്റസ്റ്റ് എൻട്രി, മൂവി നമ്പർ 2 ഇസ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. സോ ലെറ്റ്സ് റിവ്യൂ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. റിലീസിന് മുന്നേ തന്നെ ഒരുപാട് വിവാദങ്ങൾ നിറഞ്ഞൊരു സിനിമയായിരുന്നു ഈ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. കാരണം ഈ വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സ് അത് എപ്പോഴും എങ്ങനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരുപാട് സിനിമാറ്റിക് യൂണിവേഴ്സ് ഉണ്ട്. ഇപ്പോൾ മാർവലിൻ്റെ സിനിമാറ്റിക് യൂണിവേഴ്സ്, അതായത് MCU തുടങ്ങിയപ്പോൾ മുതൽ പിന്നീട് അങ്ങോട്ട് ഇന്ത്യൻ നിർമ്മാതാക്കൾക്ക് ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആഗ്രഹം എപ്പോഴും കൂടുതലാണ്. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് പാർട്ട് ഹിറ്റായി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പാർട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വിജയിക്കും എന്നുള്ള രീതിയിൽ ഒരു പ്രൊഡ്യൂസർക്ക് തോന്നിക്കഴിഞ്ഞാൽ സീക്വൽസിൻ്റെ പൂരമായിരുന്നു.
ബോളിവുഡ് നിറച്ച് സീക്വൽസാണ്. കാരണം ഫസ്റ്റ് പാർട്ട് ഹിറ്റായി കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി വെച്ചിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കാം. ക്വാളിറ്റി ഡസൻറ്റ് മാറ്റർ. അവർക്ക് അവിടെ പൈസ എന്നുള്ള ഫാക്ടർ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ അത് മാറ്റി. ഇപ്പോൾ സീക്വൽസ് എന്നുള്ളത് ഒരു ഔട്ട്ഡേറ്റഡ് ആയി. സോ ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ എല്ലാം ഒരു യൂണിവേഴ്സാണ്. അതായത് ഇഷ്ടംപോലെ യൂണിവേഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ മലയാളത്തിലാണെങ്കിലും തമിഴിലാണെങ്കിലും ഹിന്ദിയിലാണെങ്കിലും ഈവൻ ഓൾ വേൾഡിലാണെങ്കിൽ പോലും ഒരുപാട് യൂണിവേഴ്സസ് ആണ് ഇപ്പോൾ ഉള്ളത്. തമിഴിലാണെങ്കിൽ LCU ഉണ്ട്. സോ അങ്ങനെ പല 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 യൂണിവേഴ്സ് വെച്ചിട്ട്, പക്ഷേ ശരിക്കും അങ്ങനെ ഒരു യൂണിവേഴ്സിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അത്രത്തോളം പ്ലാൻഡ് ആണോ യൂണിവേഴ്സസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ MCU എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളോളം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ്. അവർ തന്നെ ഈവൻ ആഫ്റ്റർ ദി എൻഡ് ഗെയിം തകർന്നു പോയൊരു സിറ്റുവേഷനാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പം പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് ഇപ്പോൾ ആദ്യ പടം ഹിറ്റാകുമ്പോൾ അതിനെ ബാക്കി സീക്വൽസ് ഉണ്ടാക്കാമെന്നുള്ള രീതിയിൽ ഇറങ്ങുന്ന പ്രൊഡ്യൂസേഴ്സാണ് കൂടുതലുള്ളത്. അതിപ്പോൾ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിലെ രണ്ടാമത്തെ എൻട്രി, അതായത് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ഒരു യൂണിവേഴ്സിൻ്റെ ഭാഗമാവേണ്ട സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയമാണ്. കാരണം മിന്നൽ മുരളി എന്ന് പറഞ്ഞൊരു സിനിമ, ആ ഒരു സിനിമ എത്രത്തോളം വിജയമായി, അതായത് വളരെയധികം വലിയൊരു വിജയമായ സാഹചര്യത്തിൽ അന്ന് അതിനെ ചുറ്റിപ്പറ്റിയിട്ട് ഒരു യൂണിവേഴ്സ് ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്തൊരു യൂണിവേഴ്സായിട്ടാണ് വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സ് എനിക്ക് തോന്നുന്നത്. അതിന് മേജർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിന്നൽ മുരളിയുടെ റൈറ്റേഴ്സ് ഡയറക്ടർ ഇവരാരും തന്നെ ഈ രണ്ടാമത്തെ ചിത്രമായിട്ട് സഹകരിച്ചിട്ടില്ല. അതിൻ്റെ പേരിൽ ഒരു കേസ് ഉണ്ടാവുന്നു. കേസിൻ്റെ എന്തായാലും അറ്റ് ദി എൻഡ് ഫൈനൽ പ്രൊഡ്യൂസർ വിൻസ്, റൈറ്റ്? സോ പ്രൊഡ്യൂസർ വോൺ ആൻഡ് ദേ വെൻറ്റ് ഓൺ വിത്ത് ദീസ് യൂണിവേഴ്സ് ക്രിയേഷൻ. സോ അങ്ങനെ ഉണ്ടാക്കിയ ഒരു പടമാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. സോ അഗൈൻ യൂണിവേഴ്സുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെറും ഇറ്റ്സ് എ സെക്കൻഡ് മൂവി. സോ മിന്നൽ മുരളിയായിട്ട് യാതൊരുവിധ ബന്ധവും എനിക്ക് കണ്ടിട്ട് തോന്നിയില്ല. മിന്നൽ മുരളിയുടെ അത്രത്തോളം ഡെപ്തും ഈ മൂവിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സോ ലെറ്റ്സ് റിവ്യൂ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. ലെറ്റ്സ് സീ വാട്ട് ദ പ്ലോട്ട് ഈസ്. പ്ലാച്ചിക്കാവ് എന്ന ഒരു അതിമനോഹരമായ ഗ്രാമം 50-60 വർഷത്തോളമായിട്ട് കാര്യമായ കേസുകളോ അല്ലെങ്കിൽ ക്രൈമോ ഒന്നും നടക്കാത്തൊരു ഗ്രാമം. സോ അത് കാരണം തന്നെ അവിടുത്തെ പോലീസുകാർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അവിടെ ആകെ നടക്കുന്നത് എന്തെങ്കിലും ചെറിയ മോഷണം, കിണ്ടി മോഷണം, അങ്ങനത്തെ രീതിയിലുള്ള ചെറിയ ചെറിയ മോഷണങ്ങൾ ഒഴികെ അവിടെ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ പോലീസുകാർ ഇടപെടാറില്ല. കാരണം ഇതെല്ലാം സോൾവ് ചെയ്യുന്നത് നാട്ടിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഉജ്ജ്വലൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ധ്യാൻ ശ്രീനിവാസനാണ് ഉജ്ജ്വലനെ കൊണ്ടുവരുന്നത്. ഇങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഒരു 70s 80s സെറ്റിംഗ്, മണ്ടന്മാരായ നാട്ടുകാർ, ആകെ ഒരു 250ഓളം ആൾക്കാർ മാത്രമുള്ള ഒരു ഗ്രാമം, എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന ഒരു സിറ്റുവേഷനിൽ ഒരു കൊലപാതകം അവിടെ നടക്കുന്നു. സോ അതിനുശേഷം എന്തൊക്കെ സംഭവിക്കുന്നു? പ്ലോട്ട് വരുന്നു. ഹൂ ഡൺ ഇറ്റ്, ആരാണ് ആ കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ളതാണ് പിന്നീട് അങ്ങോട്ടുള്ള സിനിമ. ഒരു ഹൂ ഡൺ ഇറ്റ് മൂവിയാണ്. അതാരാണെന്ന് റിവീൽ ചെയ്യുന്നത് അവസാനമാണ്, ക്ലൈമാക്സിലാണ്. സോ അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സിനിമ. അതിൻ്റെ ഇടയിൽ കുറച്ച് ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ് ഒക്കെ ഉള്ള ഒരു സിനിമ. അതാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. സോ ദാറ്റ്സ് ദ പ്ലോട്ട്. മ്യൂസിക്കിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു ഹൂ ഡൺ ഇറ്റ് മൂവിയിൽ മ്യൂസിക്കിനുള്ള ഇമ്പോർട്ടൻസ് വളരെ ഹൈ ആണ്. അതായത് ഇപ്പോൾ ഒരു റിവീൽ വരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ, ഒരു ടെൻഷൻ വരുന്ന സിറ്റുവേഷനിൽ ആ മ്യൂസിക് കാരണം നമ്മളെ പിടിച്ചിരുത്താൻ പറ്റുന്ന രീതിയിലുള്ളൊരു മ്യൂസിക്കാണ് നമ്മൾ പൊതുവെ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ സിനിമയിലെ മ്യൂസിക് എന്നുള്ളത് എനിക്ക് കുറച്ച് കല്ലുകടിയായിട്ട് തോന്നി. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു എലിവേഷൻ കിട്ടുന്നില്ല. ഇപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു മൂഡുണ്ടല്ലോ, അതായത് ഇപ്പോൾ ഒരു ടെൻഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു വില്ലൻ റിവീലിലേക്ക് വരികയാണ്, ആ ടെൻഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ മേജർ ക്യാരക്ടർ ഇൻ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷനാണ്, ഒരു ടഫ് സിറ്റുവേഷനാണ്. ആ ഒരു ടെൻഷൻ അത് നമുക്ക് ഈ മ്യൂസിക് വഴി ഉണ്ടാക്കാൻ പറ്റുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഐ വുഡ് സേ മ്യൂസിക് അത്രത്തോളം ഇമ്പാക്ട്ഫുൾ ആയിരുന്നില്ല ഈ പടത്തിൽ എന്ന് തന്നെ പറയേണ്ടി വരും. അഭിനയത്തിൻ്റെ കാര്യത്തിൽ പറയാനാണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങ് അഭിനയിച്ച് ഫലിപ്പിക്കാൻ മാത്രം ഒന്നും ഇല്ല സിനിമയിൽ. ഒരു നോർമലായിട്ടുള്ള ഒരു സിനിമയാണ്. അതിൽ ഇപ്പോൾ അഭിനയിക്കാൻ കേസ് ടൈറ്റിൽ ക്യാരക്ടറായ ധ്യാൻ ശ്രീനിവാസൻ മോശമാക്കിയിട്ടില്ല. പക്ഷേ ധ്യാൻ അങ്ങ് അഭിനയിച്ച് മറക്കാൻ മാത്രം ഒന്നും ഇല്ല സിനിമയിൽ. ആ ഒരു ഉള്ള ക്യാരക്ടറിനെ
അങ്ങനെ തന്നെ സ്ക്രീനിൽ എത്തിച്ചിട്ടുണ്ട്, മോശമാക്കിയിട്ടില്ല. എനിക്ക് ഉള്ള ക്യാരക്ടേഴ്സിൽ ഈവൻ ആക്ടിങ് ആണെങ്കിൽ സിജു വിൽസൺ ആണെങ്കിൽ പോലും ആക്ഷൻ സീൻസിലൊക്കെ സിജു വിൽസൺ ആളുടെ ബോഡി വെച്ചിട്ട് എന്തെങ്കിലും കാണിക്കാനുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട് പടത്തിൽ. അല്ലാതെ ആക്ടിങ് ആസ് എ ഹോൾ ലൈക്ക് കാണിക്കാൻ മാത്രം ഒന്നും സിനിമയിലില്ല. പിന്നെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ അന്തിക്കുരുടെ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെയാണ്, നിഹാൽ ആണ് അഭിനയിച്ചിട്ടുള്ളതെന്ന് തോന്നുന്ന ക്യാരക്ടറായിട്ട്. ആ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം ആ ഒരു മാനറിസം വാസ് ഫൺ ടു വാച്ച്. അതർ ദാൻ ദാറ്റ് എനിക്ക് അഭിനയിച്ച് മറക്കാൻ മാത്രം കാര്യമായിട്ട് ഈ പടത്തിലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ആകെ തുകയിൽ എനിക്ക് സിനിമയെ പറ്റി പറയാനാണെങ്കിൽ ഇറ്റ്സ് എൻ ആവറേജ് മൂവി, ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് എൻ ആവറേജ് മൂവി. കാരണം മോശമെന്ന് പറയത്തക്കതായിട്ട് ഒന്നും ഈ സിനിമയിലില്ല, എന്നാൽ അടിപൊളി അല്ലെങ്കിൽ വളരെ നല്ലതെന്ന് പറയാൻ മാത്രം ഒന്നും ഈ സിനിമയിലില്ല. ഒരു കണ്ടാൽ നല്ലത്, കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ടൈപ്പ് ഒരു പടം. അതൊരു മേജർ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിൽ ലിങ്ക് ചെയ്തിട്ടാണ് സിനിമ വരുന്നത്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ഈ സിനിമ ബിലോ ആവറേജ് ആയിട്ട് പോകുന്നതാണ്. കാരണം ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ്, അതായത് സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ സെക്കൻഡ് മൂവി എന്ന് പറയുമ്പോൾ ഒരു ക്വാളിറ്റി, ഒരു ലെവൽ ഓഫ് ക്വാളിറ്റി ആസ് എ വ്യൂവർ നമ്മൾ എക്സ്പെക്ട് ചെയ്യും. ആ എക്സ്പെക്റ്റേഷൻ്റെ അടുത്തേക്ക് ഈ സിനിമ എത്തിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ലൈക്ക് എങ്ങനെ ഈ സിനിമാറ്റിക് യൂണിവേഴ്സായിട്ട് ലിങ്ക് ചെയ്യാൻ പോകുന്നു എന്നുള്ളതും എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. ആകെ ഒരു കുട്ടി മിസ്സിങ് ആയി പോകുന്നുണ്ട് ഈ സിനിമയിൽ. ആ കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് സിനിമയ്ക്ക് പറയുന്നില്ല. മേ ബി അത് അടുത്ത സിനിമകളിലേക്കുള്ളൊരു ലിങ്ക് ആയിട്ട് വരാം. ഇനി ടു ബി ഫ്രാങ്ക്, പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഒരു ജാംബി എന്ന് പറഞ്ഞൊരു മൂവിയുടെ, അതായത് ഇവരുടെ വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ തേർഡ് മൂവിയുടെ ഒരു ടീസർ കാണിക്കുന്നുണ്ട്. ആ ടീസർ ആക്ച്വലി ഈ ഡിക്റ്റേറ്റീവ് ജുറി എന്ന മൂവിയേക്കാൾ ബെറ്റർ ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വുഡ് ബി എ സ്റ്റേറ്റ്മെൻറ്റ്, റൈറ്റ്? സോ അത് ദാറ്റ് മോശം എന്ന് പറയാൻ പറ്റില്ല ഈ സിനിമയെ പറ്റിയിട്ട്, എന്നാൽ നല്ലതെന്ന് പറയാനോ ഇല്ല. കാരണം ഒരു ഹൂഡാനിക് ത്രില്ലർ ആകുമ്പോൾ, ഒരു ഹൂഡാനിക് മൂവി ആകുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു ടെൻഷൻ വേണം, അല്ലെങ്കിൽ ആ റിവീൽ വരുമ്പോൾ ഒരു വൗ ഫാക്ടർ വരണം. ഇതിപ്പോൾ ആ റിവീൽ വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഫീലിങ്സ് ഒന്നും ഇല്ലാത്ത രീതിയിലാണ് വരുന്നത്. കാരണം ലൈക്ക് അങ്ങനത്തെ ഒരു റിവീലാണ്. അത് പറയുന്നില്ല, കാരണം സ്പോയിലർ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ലൈക്ക് എന്താ പറയുക, നമുക്ക് ആ ഒരു വൗ ഫാക്ടർ ആ റിവീൽ വഴി കിട്ടുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. മാത്രമല്ല, ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കൊലപാതകം നടത്തുന്നു, അതിന് മുന്നോടിയായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് നടക്കുന്നത്. പക്ഷേ ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റിന് ഉള്ള സിറ്റുവേഷൻ അവിടെ ഇല്ല. അപ്പോൾ ഇല്ലാത്തൊരു സിറ്റുവേഷൻ അവരോട് ഉണ്ടാക്കി എടുക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുന്ന ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ എന്തൊക്കെ ആയാലും ഒരു ലാഗ് എന്ന് പറഞ്ഞ സംഭവം സിനിമയിലില്ല. കാരണം അത്യാവശ്യം എൻഗേജിങ് ആയിട്ട് തന്നെ 2 മണിക്കൂറിൽ സിനിമ വന്നിട്ടുണ്ട്. സോ അതൊരു മൂവിയുടെ പ്ലസ് പോയിൻ്റ് ആണ്. സോ അതേ പറഞ്ഞു, ആകെ തുകയിൽ എല്ലാം കൂടി നോക്കുമ്പോൾ ഇറ്റ്സ് എൻ ആവറേജ് മൂവി, ഇറ്റ്സ് എ മിഡ് മൂവി. കാരണം അതിനപ്പുറത്തേക്കൊന്നും ഇല്ല, ഇത് മോശമെന്ന് പറയാനുമില്ല. സോ ഇഫ് യു ഹാവ് 2 hours, 2 മണിക്കൂറുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി ഇരുന്നു എന്ന് വെച്ചിട്ട് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല, ഇനി പോയില്ല എന്ന് വെച്ചിട്ട് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. സോ ഫ്രീ ടൈം 2 മണിക്കൂർ വെറുതെ ഇരിക്കാനുണ്ടെങ്കിൽ പോവുക, കാണുക, അത്രേ ഉള്ളൂ. ഇറ്റ്സ് എ വാച്ചബിൾ മൂവി. നിങ്ങൾ ഈ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫേവറേറ്റ് സിനിമാറ്റിക് യൂണിവേഴ്സ് ഏതാണെന്ന് വെച്ചാൽ അതും കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം മറക്കാതിരിക്കുക, ഫോളോ ദ പേജ്, ദർ വിൽ ബി മോർ ടു കം.